വേഗം താൻറ്റി അതൊന്നും എനിക്ക് മാത്രം കുറച്ച് என்ன சிவா குளிக்கும் போது அப்படிதானே ஆகும். ആണെങ്കിൽ ഇതെടുത്തു. ഓ കരകാന്റിയുടെ കോഫി ഐ മിസ് ദിസ്. ആന്റി അത് പറഞ്ഞപ്പോഴാണേ നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് കഷ്ടിച്ച് ഒരു 200 മീറ്റർ ആഞ്ഞു പിടിച്ച 5 മിനിറ്റോടെ നടന്നെത്താം ഒരു കിടിലൻ ഹോട്ടൽ. ആ പേര് കേൾക്കണ ആന്റിക്ക്, മധുരൈ സാപ്പാട്. ഓ എന്റെ ആന്റി ഫുഡ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. രാവിലെ ഉപ്മ, പൊങ്കൽ, ദോശ, ഇഡ്ഡലി, വട, അതും നല്ല മെതുമെതുന്നിരിക്കുന്ന ഇഡ്ഡലി, മെതുമെതുന്നിരിക്കുന്ന വട. ഉച്ചയ്ക്കാണെങ്കിൽ മീൽസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ കിട്ടും. വൈകിട്ട് ചില്ലി പൊറോട്ട, കൊത്തു പൊറോട്ട, പൊറോട്ട, അതും സാലഡ്. എന്റെ അമ്മോ ഒരു രക്ഷയില്ല. അത് മാത്രമല്ല ഇവരുടെ രാവിലത്തെ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ഉണ്ട്. അയ്യോ എന്താണ്, മധുരൈ കുട്ടി ഇഡ്ഡലി. ഇതിന് സൈഡില് കുറച്ച് ചമ്മന്തിപ്പൊടി, കുറച്ച് മറ്റേ ഈ കടലപ്പരിപ്പ് അരച്ചുണ്ടാക്കുന്ന വെള്ള ചമ്മന്തി, കുറച്ച് തക്കാളി ചമ്മന്തി, നല്ല സുടുസുടാ സാമ്പാർ. ഇതിങ്ങനെ മുക്കിയിട്ട് എന്താ ആന്റി സ്വർഗം എന്ന് പറഞ്ഞാ മതി, അത്ര ടേസ്റ്റ്. சிவா மதுரைக்காரங்க தானே, அவங்க சமைச்சா அப்படிதான் ரொம்ப ருசியா இருக்கும். അതേ താൻ. അത് മാത്രമല്ല അത് നടത്തുന്നത് ഒരു അങ്കിളും ആന്റിയും കൂടെയാണ്. അത്യാവശ്യം പ്രായമുണ്ട് അവർക്ക്. കൂട്ടിന് ഒരു 2-3 പയ്യന്മാരും ഉണ്ട്. എന്തൊരു സ്നേഹമെന്ന് പറയൂ ആന്റി. നമ്മൾ ചെന്നങ്ങോട്ട് കേറിയാ മതി, കേറുമ്പോഴത്തേക്കും കാര്യം ചോദിക്കില്ല. എപ്പടി ഇരിക്കുங்க, நல்லா இருக்குங்களா, എക്സാം മുടിഞ്ഞിരിച്ചാച്ചാ. ഇതിങ്ങനെ സംസാരിച്ച് നമ്മൾ കഴിച്ചു തീർക്കും. നമ്മൾ അറിയത്തില്ലാന്നേ, നമ്മൾ കഴിച്ചു തീർക്കും, വീണ്ടും ഒരു കൊണ്ടുതരും, കഴിച്ചു തീർക്കും, വീണ്ടും കൊണ്ടുതരും. ചെന്നിരുന്ന മിനിമം ഒരു 10-20 ഇഡ്ഡലിക്ക് ഒരാൾ കഴിക്കും. ஆ மதுரைக்காரங்க அப்படிதான், பாசம் இருந்துன்னா ரொம்ப பாசம் தான். ஆனா சண்டை போட்டுன்னு வச்சுக்கோ, அவ்வளவுதான், வாள் எடுத்துக்குவாங்க. പിന്നെ കോഫിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിട്ട് ഒരു ഫിൽറ്റർ കോഫി, ഈ കുംഭകോണം ഫിൽറ്റർ കോഫി ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സാധനം. അത് അവിടുത്തെ അമ്മ ഇങ്ങനെ എടുത്തിങ്ങനെ ആടിച്ച് ഇങ്ങനെയാണ് കൊണ്ട് വെച്ചോണ്ടല്ലോ, ഹോസ്റ്റലിരുന്ന് നമുക്ക് മണം കിട്ടുവാൻറ്റി. അപ്പൊ തന്നെ വന്ന് നമ്മൾ കുടിക്കും. നമ്മളെ ഫുൾ ഗ്യാങ് ഇപ്പൊ ആ ഹോട്ടലിൽ തന്നെയാണ് 24 മണിക്കൂറും. നല്ല കച്ചന വിട്ടിട്ടത് കാരണം പറയണമല്ലോ. ചേച്ചി ചേച്ചി ഉണ്ട്, ചേച്ചിയുടെ ഒരു കോഫി ഉണ്ട്. ചേച്ചി ചെന്നൈയിൽ നിന്ന് വരുമ്പോ ഓരോ കഥ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ, മാറങ്ങോട്ട് ഇങ്ങോട്ട് മാറിങ്ങോട്ട്. ഞാൻ ഇവിടെ കാര്യം പറയാറുന്നല്ല, ഞാൻ കാര്യം പറഞ്ഞങ്ങ് മാറിക്കോളാം. എന്നെ എന്തിനാ തള്ളിയേ? നീ എന്നെ പിടിച്ച് തള്ളിയുണ്ട്. പിന്നെ ഞാനിപ്പോ തള്ളി, ഞാൻ മാറ്റി നിർത്തിയതല്ലേ. ഞാൻ മാറ്റി നിർത്തിയതല്ലേ. ആ നീ മാറ്റി നിർത്തി, ഞാൻ നിന്നെ മാറ്റി നിർത്തി, തീർന്നല്ലോ കാര്യം. എന്നിട്ടുണ്ടല്ലോ ആന്റി അവിടത്തെ ഒരു ചേച്ചി അല്ല രണ്ടും ഭയങ്കര ഷോ ആയിരുന്നു. ഞങ്ങള് പിന്നെ ഇത് കണ്ടോണ്ടും കേട്ടോണ്ടിരുന്നതാ. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക, എന്റെ പൊന്നു പിള്ളേരെ ആ കുഴപ്പമുള്ളത്തെ അച്ഛനമ്മ അവിടെ നിരിപ്പില്ലേ, അവരിതൊക്കെ കേട്ട് എന്തിനു വിചാരിക്കും? ഒന്നാമത് ഇത്ര നേരം എന്നോട് അച്ഛൻ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു, ആ മക്കളെ ഇവിടെ ഭയങ്കര തല്ലും അടിയും പിടിയൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഉള്ളതാണോന്ന്. ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അതങ്ങ് ഡീൽ ചെയ്ത്.